ഇസ്ലാമിക ചരിത്രത്തിലൊരു സഹാബിയുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. സഅലബ എന്ന് പറഞ്ഞിട്ട്. അയാൾ ഒരിക്കൽ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റസൂലെ, ഞാൻ മഹാഭാവ, എനിക്കിത്തിരി പൈസ ഉണ്ടായി കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ റസൂൽ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, എടോ അനക്ക് പൈസ ഉണ്ടായാൽ ചിലപ്പോൾ കുടുങ്ങും, ഇപ്പോഴുള്ള നന്മയൊക്കെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും, അതുകൊണ്ട് പൈസ ഉണ്ടാകാൻ വല്ലാതെ. അതല്ല റസൂലെ, എനിക്ക് പൈസ ഉണ്ടായാൽ ഞാൻ വളരെ നന്നായിട്ട് ജീവിക്കും, എല്ലാ കാര്യത്തിലും ഞാൻ ബദ്ധശ്രദ്ധനായിരിക്കും. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പടച്ചോനെ ജോനൊന്ന് അനുഗ്രഹിക്കുക, അവൻ്റെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ മാറാൻ. അങ്ങനെ സഅലബക്ക് പൈസ വരാൻ തുടങ്ങുകയാണ്. തൊട്ടതൊക്കെ വരുമാനമായിട്ട് മാറുകയാണ്. എവിടെ തുറന്നാലും, എവിടെ മാന്തിയാലും, എവിടെ കയ്യ വെച്ചാലും അതിലൊക്കെ ലാഭം. പിന്നെ മൂപ്പര് പള്ളിയിൽ കൃത്യമായിട്ട് വരാതെയായി. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ജമാഅത്തിന് വരും. കുറച്ച് കഴിഞ്ഞിട്ട് പള്ളിയിൽ തന്നെ വരാതെയായി. പിന്നെ വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് വരും മദീന പള്ളിയിൽ. പിന്നെ വെള്ളിയാഴ്ച മൂപ്പരെ കാണാതെയായി. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്നാലായി സഅലബനെ ഒരു സ്ഥലത്തും കാണാനില്ല. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സഅലബനില്ല. സഅലബ